വേനലിൽ വെന്തുരുകുന്ന കേരളത്തിൽ പച്ചയണിഞ്ഞു നിൽക്കുന്ന ഒരു പാടശേഖരം കാണുമ്പോൾ തന്നെ ഒരു കുളിർമയായിരിക്കും അല്ലേ? വയനാട് മാതോത്ത് പൊയിലാണ് ഈ കാഴ്ച. എങ്ങനെയാണ് ഈ വേനലിലും ഈ പാടം പച്ചയണിഞ്ഞിങ്ങനെ നിൽക്കുന്നത്? മനോഹരമായ ആ കാഴ്ച, അതിന് പിന്നിലെ കാര്യം കണ്ടറിയാം. കടുത്ത വേനലിലും പച്ചപ്പണിഞ്ഞു നിൽക്കുകയാണ് വയനാട്ടിലെ ഒരു നെൽപ്പാടശേഖരം. അടുത്തിടെ പ്രവർത്തനം ആരംഭിച്ച ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിൽ പനമരം പുഴയിൽ നിന്നാണ് മാതോത്തുപൊയിലിലെ 117 ഹെക്ടർ നെൽപ്പാടശേഖരത്തിലേക്ക് വെള്ളമെത്തിയത്. വർഷം മുഴുവൻ കൃഷി ചെയ്യാനുള്ള അവസരം കർഷകർക്ക് ലഭിച്ചതോടെ വേനലിൽ വരണ്ടുകിടക്കുന്ന നെൽവയലുകൾ ഇത്തവണ പച്ചപ്പണിഞ്ഞു. നഞ്ചയും പുഞ്ചയും കൃഷി ചെയ്യണമെന്ന കർഷക കൂട്ടായ്മയുടെ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമായി. ഇവിടുത്തെ കർഷകരുടെ ഏകദേശം ഒരു 60-70 കർഷകരുടെ ചിരകാല സ്വപ്നമായിരുന്നു ഇവിടെ ഒരു ജലസേന പദ്ധതി വരിക എന്നത്. ഈ പാടശേഖര സമിതിയുടെ സമീപത്ത് കൂടെയാണ് നമ്മുടെ പനമരം കബനിപ്പുഴ ഒഴുകുന്നത്. ആ പനമരം പുഴയിലെ വെള്ളം ഉപയോഗിച്ച് ഈ കർഷകരുടെ പാടത്ത് കൃഷി ചെയ്യുക എന്നത് ഇവരുടെ ഒരു ചിരകാല സ്വപ്നമായിരുന്നു. ജലസേചന പദ്ധതിയില്ലാത്തതിനാൽ നെൽവയലുകളിൽ വർഷങ്ങളായി പുഞ്ചകൃഷി ഇറക്കാറില്ല. വെള്ളമെത്തി വാഗ്യാട് പാടശേഖരത്തിൽ കൃഷി ആരംഭിച്ചതോടെ പ്രദേശത്തെ കിണറുകളിൽ വേനൽക്കാലത്തും വെള്ളം സുലഭം. പ്രദേശവാസികളുടെ മുഴുവൻ കിണറുകളിലും ധാരാളം വെള്ളമുണ്ട്. അല്ലെങ്കിൽ ഫെബ്രുവരി അവസാനത്തോടുകൂടി മാർച്ച് ആദ്യത്തോടുകൂടി വെള്ളം പറ്റി പിന്നെ ജൂൺ ജൂലൈയിലാണ് വെള്ളമാകുന്നത്. ഇപ്പോൾ അതെല്ലാം മറിച്ച് ഏകദേശം ഒരു മീറ്റർ 2 മീറ്റർ വെള്ളം ഇപ്പോൾ സ്ഥിരമായിട്ട് കിണറുകളിലുമുണ്ട്. ഈ പ്രദേശത്തിൻ്റെ കാലാവസ്ഥയിലും പ്രകൃതിയിലും കാർഷിക മേഖലയിലും മുഖച്ഛായ തന്നെ മാറിയിട്ടുണ്ടെന്നുള്ളതാണ് സത്യമായിട്ട് പറയാനുള്ളത്. ഒരുപറ്റം കർഷകരുടെ നിശ്ചയദാർഢ്യത്തിനൊടുവിലാണ് വാഗ്യാട് പാടശേഖര സമിതിയുടെ ജലസേചന പദ്ധതി യാഥാർത്ഥ്യമായത്. വെള്ളമെത്തിയതോടെ മിക്ക കർഷകരും ഇത്തവണ കൃഷി ഇറക്കിയിട്ടുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത് തൂർക്കടനൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.